Welcome to Garam Masala, the magic spices of cooking. Banana bread roll. ഇന്ന് നമുക്ക് ബനാന റോൾ തയ്യാറാക്കിയെടുക്കാം. ഇഫ്താറിനെല്ലാം സെർവ് ചെയ്യാവുന്ന ഒരു സ്വീറ്റ് സ്നാക്ക് ആണിത്. നമുക്ക് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമായി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണിത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ ചേർത്ത് കൊടുക്കണം. ഈ നേന്ത്രപ്പഴം നന്നായി ഉടഞ്ഞു വരണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1 പിഞ്ച് ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി പഴം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇതിലോട്ട് കാഷ്യൂ നട്ട്സും റൈസൻസും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. 10 മുതൽ 12 വരെ സ്ലൈസ് ബ്രെഡ് എടുക്കണം. ഇതിന്റെ എഡ്ജ് എല്ലാം നമുക്ക് മുറിച്ചു മാറ്റാം. റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എഡ്ജ് മുറിച്ചു മാറ്റുന്നത്. ഇനി നമുക്ക് ബനാന റോൾ അസംബിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാൽ എടുക്കാം. ഇനി ഓരോ ബ്രെഡായി നമുക്ക് പാലിൽ മുക്കിയെടുക്കണം. ഇനി ഈ ബ്രെഡിനെ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. പാലിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് പാലിൽ മുക്കുന്നത്. അല്ലാതെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബനാന മിക്സ് വെക്കാം. ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഒരു ബനാന റോൾ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ബനാന റോൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതിനെ പാലിൽ മുക്കിയെടുക്കണം. ഇനി ഇതിനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാന മിക്സ് വെക്കാം. നമുക്കിതിനെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബനാന റോളും തയ്യാറാക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ്, 1 മുട്ട ഇവ എടുക്കാം. ഈ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാന റോൾ എടുക്കണം. ഇതിനെ നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. അടുത്തതായി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുകയും അടുത്ത കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. ഇതുപോലെ നമുക്ക് എല്ലാ റോളുകളും തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു ബ്രെഡ് റോൾ എടുക്കാം. ഇതിനെ നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാ റോളുകളും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ റോളായി ചേർത്ത് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിഞ്ഞു പോകരുത്. നമ്മുടെ ബ്രെഡ് റോളിന്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് റോളുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബനാന ബ്രെഡ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.